നമസ്കാരം. പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ് പനാമ കനാല്. രണ്ട് ശുദ്ധജല തടാകത്തിലൂടെ ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത്. പ്രതിവർഷം ഏകദേശം $270 ബില്യൺ വിലമതിക്കുന്ന അമേരിക്കൻ കണ്ടെയ്നർ ഗതാഗതത്തിന്റെ 40%-ലധികവും പനാമ കനാല് വഴിയാണ് കടന്നു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ ഇന്റർസേഷനിക് ജലപാതയിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്ന കപ്പലുകളുടെ 2/3 ഇവയാണ്. ഇത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനാലിനോടുള്ള താല്പര്യത്തിന്റെ കാരണവും. ഏതു വിധേനയും പനാമ കനാൽ ചൈനീസ് സ്വാധീനത്തിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ വാക്കിലൂടെ യഥാർത്ഥത്തിൽ പുറത്തു വന്നത് ട്രംപിന്റെ തന്നെ ശബ്ദമായിരുന്നു. ആ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി പനാമയുമായി നിരവധി സൈനിക വിന്യാസങ്ങളും സംയുക്ത അഭ്യാസങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഹെഗ്സെത്തും അറിയിച്ചത്. വാസ്കോ ന്യൂനസ് ഡി ബാൽബോവ നാവിക താവളത്തിൽ അമേരിക്കയുടെ ധനസഹായത്തോടെ നിർമ്മിച്ച ഒരു പുതിയ ഡോക്കിന്റെ ഉദ്ഘാടനത്തിൽ വെച്ചായിരുന്നു പെന്റഗൺ മേധാവിയുടെ പരാമർശം. കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പലവട്ടം വീരവാദം ഒഴുക്കിയ ട്രംപിന് പക്ഷെ അവയിലേക്കൊന്നും അടുക്കാൻ തന്നെ സാധിച്ചില്ല. സ്വയം കുഴിച്ച നിരവധി കെണികളിൽ കിടന്ന് ഇപ്പോൾ ട്രംപ് നട്ടം തിരിയുകയാണ്. ട്രംപിന്റെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പലതും ഇപ്പോഴും ട്രംപിന്റെ മേശപ്പുറത്ത് വെളിച്ചം കാണാതെ ഇരിക്കുകയാണ് എന്നാണ് വിവരം. കഴിഞ്ഞ മാസം അമേരിക്കയുടെ സൈനിക വാണിജ്യ പ്രവേശനം ഉറപ്പാക്കുന്നതിന് വിശ്വസനീയമായ സൈനിക ഓപ്ഷനുകൾ നൽകാൻ ട്രംപ് പെന്റഗണിനോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഹെഗ്സെത്തിന്റെ യാത്ര. പതിറ്റാണ്ടുകൾക്ക് ശേഷം പനാമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഹെഗ്സെത്ത്. ഇതിന്റെ ഭാഗമായി പനാമയിലും പരിസരത്തും 1-ലധികം അമേരിക്കൻ നാവിക കപ്പലുകൾ, കോസ്റ്റ് ഗാർഡ് ആസ്തികൾ, വിമാനങ്ങൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഹെഗ്സെത്തും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മെക്സിക്കോയുമായുള്ള അമേരിക്കയുടെ അതിർത്തിയിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കുക, ക്യൂബയിലെ ഗ്വാണ്ടനാമോ ബേയിൽ ഒരു താവളത്തിൽ കുടിയേറ്റക്കാരെ തടഞ്ഞുവെക്കാൻ സ്ഥലം നൽകുക, നാടുകടത്തൽ വിമാനങ്ങൾക്കായി സൈനിക വിമാനം നൽകുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഹെഗ്സെത്ത് ട്രംപിന്റെ തെക്കൻ കേന്ദ്രീകൃത പ്രവർത്തനങ്ങളെ ആവേശത്തോടെ പിന്തുണച്ചിട്ടുണ്ട്. ചൈനീസ് കമ്പനികൾക്ക് വ്യാപകമായ വാണിജ്യ സാന്നിധ്യം ഉണ്ടാക്കുന്നതിനാൽ അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകൾ വ്രണപ്പെടുന്ന പനാമ കനാലിന്റെ നടത്തിപ്പിലും പ്രവർത്തനത്തിലും യഥാർത്ഥത്തിൽ ചൈന ഒരിക്കലും ഇടപെട്ടിട്ടില്ല എന്നാണ് പനാമയിലെ ചൈനീസ് എംബസിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും കനാൽ പ്രശ്നവുമായി ചൈനയെ തെറ്റായി ബന്ധിപ്പിക്കുന്നതും അവസാനിപ്പിക്കണമെന്നും ലിൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. കനാൽ ഒരു ശാശ്വത നിഷ്പക്ഷ അന്താരാഷ്ട്ര ജലപാതയാണെന്ന് ചൈന അംഗീകരിക്കുന്നുമുണ്ട്. ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാരുടെ പരസ്പര സന്ദർശന വേളയിൽ കൈമാറിയ ഔദ്യോഗിക രേഖകളിൽ ഈ നിലപാട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെന്നും എംബസി വ്യക്തമാക്കി. പനാമയെ ഭൗമരാഷ്ട്രീയ കളിയിലെ കരുക്കളാക്കിയാണ് അമേരിക്ക കാണുന്നത്. പനാമയോടുള്ള അമേരിക്കയുടെ നയം പനാമയുടെ പരമാധികാരത്തോടുള്ള നഗ്നമായ അവഗണനയെയും ആഭ്യന്തര കാര്യങ്ങളിൽ ലജ്ജാകരമായ ഇടപെടലിനെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. പനാമയെയും മറ്റു രാജ്യങ്ങളെയും അമേരിക്ക വൈരാഗ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര ക്രമത്തിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാനും തനിക്കും മറ്റു രാജ്യങ്ങൾക്കും ഇടയിൽ സംഘർഷങ്ങളും ഭിന്നതകളും വർദ്ധിപ്പിക്കാനുമാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്.